അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, കുറച്ച് ദിവസങ്ങളായി ചുഴലി അബ്ദുള്ള മൗലവി എന്ന ഉസ്താദിനെ വളരെ കഠിനമായ രീതിയിൽ ക്രൂശിച്ചുകൊണ്ട് പല ആളുകളും വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകൾ പകുതി അദ്ദേഹത്തെ ക്രൂശിച്ചുകൊണ്ടും പകുതി അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ചുഴലി അബ്ദുള്ള മൗലവിയെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഭീതിയുള്ള ഒരു കൂട്ടരുണ്ട്. അത് ഷിയാക്കളാണ്. ഷിയാക്കൾ എന്ന് വെച്ചാൽ ഷിയാ ആചാരങ്ങളെയും അതുപോലെ സൂഫിസത്തെയും ബറേൽവികളെയും ഒക്കെ അത് പിടിച്ചു കുലുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ കോപ്പിയായ നമ്മുടെ കേരളത്തിലെ ഇരു സമസ്തകളെയും ഇത് വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും ഈ ഷിയ സൂഫി ആശയമുള്ള എല്ലാ ആളുകളുടെയും മനസ്സിലൊരു പേടി സ്വപ്നമാണ്. അതെന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ 10 വർഷം മുമ്പുള്ളത് എടുത്തു നോക്കിയാലും കഴിഞ്ഞ ആഴ്ചയിലെ ജുമാ ഖുതുബ എടുത്തു നോക്കിയാലും ഇദ്ദേഹം ഒരു കാലഘട്ടത്തെ അതിശക്തമായി ഖുർആനിൻ്റെയും തഫ്സീറുകളുടെയും അടിസ്ഥാനത്തിൽ ഇങ്ങനെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും, വളരെ ശക്തമായ ഭാഷയിൽ. ആ കാലഘട്ടം ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പിന്നീട് ഇദ്രീസ്, ശീർഷ് നബിമാരും പിന്നീട് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിൻ്റെ ദൗത്യമേൽപ്പിച്ച 5 ഔലിയാക്കൾ, ആ 5 ഔലിയാക്കൾ അതിനുശേഷം വന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യമായിട്ട് റസൂലായി നിയോഗിക്കപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വരെ അദ്ദേഹം വളരെ വ്യക്തമായി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക പ്രഭാഷണങ്ങളിലും അദ്ദേഹം ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. അതിനുള്ള ആയത്തുകളും അതിൻ്റെ വിശദീകരണങ്ങളും കൃത്യമായി നൽകുകയും ചെയ്യും. ഇവിടെയാണ് ഷിയാക്കൾക്കും അതിൻ്റെ പോഷക ഘടകങ്ങൾക്കും ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. കാരണം ഇന്ന് നമ്മൾക്കറിയാം, മക്ക മുശ്രിക്കുകളെ പറ്റി പറയുമ്പോൾ, അതിൻ്റെ ആയത്തുകൾ ഓതുമ്പോൾ, ഹദീസുകൾ പറയുമ്പോൾ ഇന്ന് ഉസ്താദന്മാർ അവരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യം, അവർ യഥാർത്ഥ അള്ളാഹുവിനെ അവർക്ക് അറിയില്ല, അവർ വിളിച്ചിരുന്നത് വേറെ ഏതോ ദൈവത്തെയാണ്, നമ്മൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ അല്ല എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തുകൾക്കും എതിരാണ്, ആയത്തിനും ഹദീസിനും എതിര്. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എന്തുകൊണ്ടാണ് ഒരു റസൂലായിക്കൊണ്ട്, ആദ്യത്തെ റസൂലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതെന്നും അതിനു മുൻപുള്ള 10 തലമുറകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞിട്ടുള്ള തുടക്കത്തിലെ 10 തലമുറ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ 10 തലമുറ അവർ കൃത്യമായ തൗഹീദിലായിരുന്നു. ആ കാലത്ത് മറ്റു മതങ്ങളോ ഒരു ആചാരങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതിനെ അദ്ദേഹം കൃത്യമായി ഖുർആനിൻ്റെ വെളിച്ചത്തിൽ തന്നെ അദ്ദേഹം വിളിച്ചു പറയുകയാണ്. അപ്പോൾ ആ സമുദായം ഇങ്ങനെ 5 ഔലിയാക്കളുടെ, അതായത് 3 നബിമാരും 5 ഔലിയാക്കളുടെയും കാലഘട്ടത്തിൽ ആ ഒരു സമുദായം കൃത്യമായ മറ്റു മതങ്ങളൊന്നുമില്ലാതെ ഈ ഇസ്ലാമിനെ മാത്രം പുലുകുകയും അതിൽ ജീവിക്കുകയും ചെയ്ത ആളുകളാണ്. ഈ 5 ഔലിയാക്കളുടെ മരണശേഷം ഈ 5 ഔലിയാക്കളുടെ ഖബറിലേക്ക് പോയി അവരോട് ഇടയാളന്മാരായി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ ഈ ഔലിയാക്കൾ നമ്മൾക്ക് ഇടയാളന്മാരായി വേണമെന്ന വിശ്വാസം അവിടെ കടന്നു വരികയും മറ്റു മതങ്ങളൊന്നുമില്ലാത്ത ഇസ്ലാം മാത്രമുള്ള ആ നാട്ടിൽ അവർ ഇടയാളന്മാരായി ഈ ആളുകളെ വെക്കുകയും ചെയ്തു. അങ്ങനെ ആ സമുദായം മുഴുവൻ ആ ഖബറിലേക്ക്, ഈ മഹാന്മാരുടെ ഖബറിങ്ങിലേക്ക് പോയി അവിടെ നിന്ന് ഇസ്തിഗാസയും അതുപോലെ തന്നെ അവരോട് നേരിട്ട് പ്രാർത്ഥിക്കുകയും അവരെ ഇടയാളന്മാരാക്കി വെക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി എതിർക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ കാണാം. കൃത്യമായ അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ആളുകൾ തന്നെ ഇങ്ങനെ ഇടയാളന്മാരായി വെച്ചതുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ റസൂലായി നിയോഗിക്കുകയും
നിങ്ങൾ ഇടയാളന്മാരോട് പോയി തേടരുത്, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന് അന്നുള്ള ആ മുസ്ലിം സമൂഹത്തിനോട് തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഭൂരിഭാഗം ആളുകളും ആ ഒരു വിശ്വാസം, ഇടയാളത്തേട്ടം ഒഴിവാക്കാൻ, ഖബറിങ്ങിലേക്കുള്ള പോക്ക് ഒഴിവാക്കാൻ അവർ സന്നദ്ധരായിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ തന്നെ മുക്കി കൊന്നുകളഞ്ഞു. കാഫിരീങ്ങൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചത്. കാഫിറായി അവരെല്ലാവരും ചത്തുപോയി, വിശ്വസിച്ച 70 ചില്ലാനം ആളുകൾ ഒഴികെ. അപ്പോൾ ആ ഒരു ചരിത്രം കൃത്യമായി പറയുമ്പോൾ ഈ അള്ളാഹു അത്രയും കഠിനമായി ശിക്ഷിച്ച ആളുകൾ ഈ നമ്മുടെ സമുദായത്തിൽ മാത്രം വിശ്വസിച്ച് മറ്റു മതങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ സമുദായത്തിൽ മാത്രം വിശ്വസിച്ച് പോന്നിരുന്ന ഒരു സമൂഹം എങ്ങനെയാണ് വഴികേടിലേക്ക് പോയത് എന്ന് തുറന്നു കാണിക്കുകയാണ് ഈ ചുഴലി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഖബറിലുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം, ഇങ്ങനെയൊരു തെറ്റ് ലോകത്തേക്ക് ആദ്യമായി കടന്നു വരുന്നതെന്നും അത് ഏറ്റവും വലിയ തെറ്റായിക്കൊണ്ട് ആ സമുദായത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചുവെന്നും ചരിത്രത്തിൽ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെ ഇങ്ങനെ എടുത്തു പറയുമ്പോൾ ഇന്ന് ഖബറിങ്ങിലേക്ക് ആളുകളെ ആട്ടിത്തൊളിച്ച് കൊണ്ടുപോകുന്ന ഉസ്താദന്മാർക്കും ഷിയ ആശയക്കാർക്കും അത് വലിയ തിരിച്ചടിയാണ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും വായടപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ തീവ്രവാദിയാക്കാനും ഭീകരവാദിയാക്കാനുമൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുമുണ്ട്, നടക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹുവിൻ്റെ തൃപ്തി അതിനു വേണ്ടി മാത്രം ദഅവത്തിന് ഇറങ്ങിത്തിരിച്ച ഇതുപോലത്തെ ചുഴലി ഉസ്താദിനെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം എന്ത് തന്നെ സംഭവിച്ചാലും കൃത്യമായ ദീനിനെ അദ്ദേഹം പറയുക തന്നെ ചെയ്യും. ഏതൊരു മുഅ്മിനും അത് ആർജവത്തോടെ തന്നെ പറയും. കാരണം ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങളും ആരുടെയും സർട്ടിഫിക്കറ്റുകളും അല്ല ഒരു യഥാർത്ഥ പ്രബോധകന് ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തി മാത്രമാണ്, പരലോക വിജയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായി തൗഹീദ് പറയുകയും അത് ശക്തമായി തന്നെ ആളുകളിലോട് പറയുകയും അതിൻ്റെ തിന്മകൾക്കെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്ന ഇതേപോലത്തെ ഉസ്താദന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.